ഇത്തവണ ഞാൻ ചെയ്ത മഞ്ഞൾ കൃഷിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മെയ് അവസാനത്തോടുകൂടി മഞ്ഞൾ വിത്ത് പാകാവുന്നതാണ്. അടിവളമായി ജൈവവളം ചേർത്ത് മഞ്ഞൾ വിത്ത് പാകാവുന്നതാണ്. മഴ ആരംഭിച്ച് ഏകദേശം 10-15 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞൾ വിത്ത് കിളിർത്ത് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞളിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊതുവെ ഔഷധ ഗുണം നിറഞ്ഞതാണ്. കുർക്കുമിൻ എന്ന രാസവസ്തുവാണ് മഞ്ഞളിൻ്റെ പ്രധാന ഘടകം. പലതരം ആയുർവേദ മരുന്നുകൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇലയിലുണ്ടാക്കുന്ന ഇലയട വളരെ രുചികരമായൊരു ഭക്ഷ്യവസ്തു തന്നെയാണ്. ഏകദേശം മാർച്ച് മാസത്തോടുകൂടി മഞ്ഞൾ വിളവെടുക്കാൻ പാകമായി വരുന്നതാണ്. മഞ്ഞൾ വിളവെടുത്ത് അതിൻ്റെ വേരുകളും തൊലിയും ചെത്തിക്കളഞ്ഞ് ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്താൽ നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് ലഭിക്കുന്നതാണ്. മാർക്കറ്റിൽ ലഭിക്കുന്ന മായം ചേർത്ത മഞ്ഞൾപ്പൊടി ഒഴിവാക്കാനും സാധിക്കും. മഞ്ഞൾ കൃഷിക്ക് അങ്ങനെ പ്രത്യേക വലിയ പരിചരണമൊന്നും ആവശ്യവുമില്ല എന്നൊരു പ്രത്യേകത